ആശാനെ എന്തോ ആശാനെ ഉറുമ്പിനകത്ത് വല്ലോ നിൽക്കുന്നത്. തുള്ളിക്കോ തുള്ളിക്കോ, താനും തുള്ളിക്കോ. എന്തോ ആശാന്റെ കാര്യം, എന്തു പറ. താനും തുള്ളിക്കോടോ. ഒന്ന് നിർത്ത ആശാനെ, ഇതെന്തുവാ ഇത്? മടുത്തു. യോ എന്തു പറ്റി ആശാനെ? എന്തിനാ ചുമ്മാ കിടന്ന് തുള്ളുന്നത്? കേരളത്തിലെ മൊത്തം ആളുകൾ തുള്ളിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളും തുള്ളിയില്ലെങ്കിലേ അവര് കരുതും നമുക്കെന്തെങ്കിലും കുഴപ്പമാണെന്ന്. എന്തിനാ ആശാനെ ഈ ആളുകളെ തുള്ളുന്നത്? ബഡ്ജറ്റ്, നമ്മുടെ തോമാച്ചൻ്റെ ബഡ്ജറ്റ്. എന്തെല്ലാം പദ്ധതികളാ നമ്മുടെ ബഡ്ജറ്റിലുണ്ടായത്. അത് കേട്ടേ ജനം സന്തോഷം കണ്ട് തുള്ളുകയാ. ജനങ്ങൾ മുഴുവനും? അതേന്നെ, മുഴുവൻ ജനങ്ങളും. എന്നാലേ പലരും കലി കൊണ്ടാ തുള്ളുന്നെന്നാ ഞാൻ അറിഞ്ഞത്. കലി ആയാലും സന്തോഷമായാലും തുള്ളല് തന്നെയാ. പ്രതിപക്ഷക്കാരെ നിരാശാജനകം എന്ന് പറഞ്ഞു കിടന്ന് തുള്ളുന്നു, മദ്യപാനികൾ ചതിയായി പോയി എന്ന് പറഞ്ഞു കിടന്ന് തുള്ളുന്നു. എന്തൊക്കെയാണ്. എല്ലാവരും തുള്ളുമ്പേ നമ്മളായിട്ട് തുള്ളാതിരിക്കണ്ട, ചുമ്മാ കിടന്ന് തുള്ളിയാക്കാതെ. ഞാൻ വെറുതെ വിടില്ല. പ്രസ്ഥാനമാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം. അതുകൊണ്ട് വന്നതാ, വേറെ ആരും അറിയണ്ട. എല്ലാം ഞാൻ മനസ്സിലാക്കണു. കാലിലെ ഒരു ചിലമ്പൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭേഷായേനെ. ഒന്നും പറയണ്ട സാറേ, ഏതോ പത്രക്കാരെ ആ പെങ്കൊച്ചന്റെ കാര്യം ചോദിച്ചതാ, അപ്പൊ തുടങ്ങിയ തുള്ളലാ, ഇതുവരെ നിർത്തിയിട്ടില്ല. ഇവിടെ വരിക, ആളെടുത്ത് വീശല്ലേ ആശാനെ. എന്നെ എടുത്താൻ നോക്കണ്ട. അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കൂ. ഇല്ല ഇല്ല, ഞാൻ അടങ്ങില്ല. അടങ്ങ. നാവിങ്ങടെ നീട്ടുക. അത് വേണോ? ഭദ്രകാളി സഭ കൂടിയാലോ? ഇല്ല, ഞാൻ നോക്കിക്കോളാം. നാവിങ്ങടെ നീട്ടുക. നാവിലെ സരസ്വതി തീരെയില്ല. അടങ്ങ. ആള് ശുദ്ധനാണ്, പക്ഷെ പ്രതിദാനം ചെയ്യണത് എന്തിനാണോ അവർക്ക് ദുഷ്ടന്റെ ഫലമായിട്ടാണ് കിട്ടണത്. പലരും ഇപ്പൊ അതിനൊരു പ്രതിവിധി തേടിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്തേക്ക് തന്നെ നോക്കൂ. ശ്രദ്ധിച്ചോളൂ കേട്ടോ, എന്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചോളൂ. എന്റെ അടുത്താ കളി. ശരി, കോടിയനാണ്, ശരിയാക്കി തരാം. ഇപ്പൊ ഒരാശ്വാസം തോന്നണില്ലേ ആശാനെ? ഇവിടത്തെ ഒരു കിളി പറഞ്ഞ പോലെ. അയ്യോ, ആശാന്റെ കിളി പോയോ? എല്ലാ കിളിയും ഞാൻ പറത്തും, പറക്കാത്ത ഏത് കിളിയെ ഞാൻ പറത്തും. സ്ത്രീജനങ്ങളെ അപമാനിക്കണത് ഒരു ശീലമാക്കിയിരിക്കണു. കഴിഞ്ഞ ദിവസം കണ്ണൂരത്തെ ആശ്രമകാന്തി, ഇപ്പോൾ ആശാൻ. സ്ത്രീജനങ്ങളെ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? അതെ, നിങ്ങളുടെ ആൾക്കാർ മോശമൊന്നുമല്ല. ആ ഗാന്ധിമോളെ കാണാനേ ഗ്ലാമർ ഉള്ളതുകൊണ്ട് ആ കളത്തിലിറക്കിയെന്ന് നിങ്ങളുടെ നേതാക്കന്മാരല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കഴിഞ്ഞ ദിവസമേ ആ പാർട്ടി ഓഫീസിൽ കയറി റെയ്ഡ് നടത്തിയതേ ആ കൊച്ചിൻ്റെ വിവരക്കേട് തന്നെയാ. അതെ, ഞങ്ങളുടെ എന്നല്ല, ഒരു പാർട്ടി ഓഫീസിലും കയറി നിറങ്ങാൻ ഒരു പോലീസ് ഓഫീസറെ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ആ കുട്ടി കാണിച്ചത് വിവരക്കേട് തന്നെയാ, പക്ഷേ അതിങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ? പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുടെ ശ്രീകോവിലാണ് പാർട്ടി ഓഫീസെന്ന് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അറിയില്ലെന്നേ. അതിപ്പോ ഈ അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോലീസ് കയറണുണ്ടല്ലോ, അതുപോലെ തന്നെയല്ലേ ഇതും? അത് കറക്റ്റാ സാറേ. സാധാരണ വിശ്വാസികളെ അപേക്ഷിച്ച് പാർട്ടി വിശ്വാസികളെ വേണമെങ്കിൽ അന്ധവിശ്വാസികളെന്ന് വിശേഷിപ്പിക്കാം. അസ്ഥിക്ക് പിടിച്ച വിശ്വാസമല്ലേ ഇത്, അവർക്കിത് സഹിക്കുമോ?
അപ്പേ വളരെ ഉപകാരം. അപ്പൊ ദക്ഷിണയുടെ കാര്യം എങ്ങനെയായിരുന്നു? ദക്ഷിണയൊക്കെ അടുത്ത ബക്കറ്റ് വിരി നടത്തിയിട്ട് അങ്ങോട്ട് തരാം. ഒരു ബക്കറ്റ് വിരവ് നടത്തണ്ട. ഈശ്വര ധ്യാനം ഉണ്ടായാൽ നാവില് സരസ്വതി ഉണ്ടാവും. അപ്പൊ ഈ വികട സരസ്വതിയൊക്കെ പോയിട്ട് എല്ലാം ഭംഗിയായിട്ട് വരും. ഓക്കെ. അപ്പേ ഇനി എപ്പോഴെങ്കിലും തുള്ളണ്ടി വന്നാല് ഈ വാള് കയ്യിലിരിക്കട്ടെ. ഓക്കെ ഓക്കെ. തീയെ ഒന്ന് പിടിച്ചോ. സമാധാനമായി. ഈ വനിതാ സംവരണ ബില്ല് പോലെ നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാലോ? അതെ, ഇനി സംവരണം കിട്ടേണ്ട വിഭാഗങ്ങൾ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്കേ കഷണ്ടിയുള്ളവർക്ക് സംവരണം കൊടുത്താലോ? നല്ല ഭൂരിപക്ഷം കിട്ടും. അത് ആലോചിക്കാവുന്നതാണ്. അതിലും നല്ലതേ മലയാളികളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ചിട്ട് കൊടവാറുള്ളവർക്ക് സംവരണം കൊടുക്കാവുന്നതാണ്. അതും കൊള്ളാം. പിന്നെ ഈ സ്ത്രീ സംവരണം എന്ന് പറയുന്നത് നമ്മൾ പണ്ടേ പാർട്ടിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഓ, എൻ്റെ പേര് സ്ത്രീക്കും പുരുഷനും ഉണ്ട്, അതാണോ ഉദ്ദേശിച്ചത്? ഏയ്, അതങ്ങനെയല്ല സാനെ. നമ്മൾ ശരിക്കും സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ത്രീകളെ കൂടുതലായിട്ട് ജാഥയിലും ബദലിലുമൊക്കെ ഉൾപ്പെടുത്തുന്നത്. പിന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിയമസഭയിലും മന്ത്രിസഭയിലും നമ്മളവരെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താത്തത്. ഈ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ സ്ത്രീ സംവരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി അത് നടപ്പിലാക്കുമോ? അത് പെട്ടെന്നൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. കാരണം ഡൽഹിയിൽ തന്നെ ആ ബില്ല് കീറാനായിട്ട് വേറെ ആളുകളുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ പോലെ 50% നടപ്പിലായാലേ നമ്മളിൽ പലരും ഔട്ടായി പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ നടപ്പിലാക്കിയത് വാഹന നിർമ്മാതാക്കളും മൊബൈൽ ഫോൺ കമ്പനിക്കാരുമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ പറ്റുമോ? അപ്പോഴേ നമ്മൾ എന്ത് സംവരണം കൊടുക്കും? തൽക്കാലം നമുക്ക് പാർട്ടിയുടെ പ്രചാരണത്തിനും ഹർത്താലിന്റെ പ്രവർത്തനത്തിനുമായിട്ട് 50% വനിതാ സംവരണം നടപ്പിലാക്കാം, അല്ലേ? നമ്മുടെ ഗാന്ധി വന്നതോടുകൂടി നമ്മുടെ പ്രവർത്തകർക്കുണ്ടായിട്ടുള്ള ഒരു ആവേശം, ഒരു ഉണർവുണ്ടല്ലോ, അതൊന്ന് നിലനിർത്തിക്കൊണ്ടുപോകാനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് നമ്മുടെ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇതൊക്കെ നടക്കുമെന്നാണ് വോട്ടർമാരുടെ സംശയം. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആവേശമൊന്നും ഇതിൽ കാണുന്നില്ല. കറക്റ്റാണ്. പലരും കാവിക്കൊടിയുടെ പിന്നാലെ പോയെന്നും പറയുന്നുണ്ട്. അവരെ എങ്ങനെയെങ്കിലും നമ്മൾ മടക്കി കൊണ്ടുവരും. അതൊക്കെ നടക്കുമോ? പോയത് പോയിന്നങ്ങ് വിചാരിച്ചാൽ പോരെ സാറേ? പോയ IS-ൽ ചേരാൻ പോയ പലരും കുടുംബസമേതം കൊല്ലപ്പെട്ടു എന്ന് കേട്ടില്ലേ? ആ അവസ്ഥ ഇവർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞങ്ങോട്ട് പേടിപ്പിക്കണം. അങ്ങനെ പേടിപ്പിക്കുന്ന കാലമൊക്കെ പോയി സാറേ. പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഗാന്ധി മോളെ കളത്തിലിറക്കിയതോടുകൂടി രാജ്യം മുഴുവൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പാർട്ടിയെ ഉറ്റുനോക്കുന്നത്. അത് മുഴുവൻ വോട്ടർമാരെ പറഞ്ഞ് മനസ്സിലാക്കണം. യുവാക്കളായിരിക്കണം നമ്മുടെ ശക്തി. ഓ, യുവാക്കൾക്കൊന്നും ഗാന്ധിമോളുടെ വരവിൽ വലിയ ആവേശമൊന്നുമില്ല സാറ്. മുത്തശ്ശിയുടെ തനി പകർപ്പല്ലേ ഗാന്ധിമോള്. അത് പ്രവർത്തനത്തിലും ഉണ്ടാവുമെന്ന് അങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആ മുത്തശ്ശിയെ പറ്റി ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു പിടിയില്ല സാറേ. പിന്നെ കുടുംബവാഴ്ച എന്നൊക്കെ പറഞ്ഞ മറ്റവർ ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ശക്തമായി ആഞ്ഞടിക്കണം. സാറേ, കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ വഴി പോകാണ്ടിരിക്കുക നല്ലത്. അതെ, വയനാട്ടിൽ നമ്മുടെ നേതാവ് ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചതായിരിക്കും ഇനി പ്രധാന വാർത്ത. പിന്നെ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഒരാവേശത്തിൻ്റെ പുറത്ത് ഗാന്ധി മോൻ്റെ അടുത്ത് കയറി പറയുകയും ചെയ്ത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യം ഓക്കെയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. ഈ വനിതാ സംവരണമൊന്നും ഏക്കില്ല അല്ലേ? എവിടെന്ന്? സത്യം. അല്ല, അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യും? അത് ഞങ്ങളല്ലല്ലോ, നിങ്ങളല്ലേ പറയേണ്ടത്. ഞങ്ങളതുമാതിരി ചെയ്യാം. എനിക്കറിയാം അവസാനം ഇതെല്ലാം എൻ്റെ തലയിൽ തന്നെ വരുമെന്ന്. അല്ല, ആയത് അച്ചുമാവനോ? എൻ്റെ അച്ചുമാവ ഒന്നുമില്ലെങ്കിൽ സ്വന്തം പ്രായം നോക്കണ്ടേ? എടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണോ നടപ്പ്? അന്തപ്പാ, ഞാൻ എടുത്താ പൊങ്ങുന്നത് മാത്രമേ എടുക്കാറുള്ളൂ. കണ്ടില്ലേ എന്തോ? അല്ല, അന്തപ്പനെന്താ പരിപാടി? എന്തുപറ്റി? മൂക്കിനകത്ത്
വളരാൻ പാടില്ലാത്ത സാധനങ്ങൾ വളർന്ന വലിയ പ്രശ്നമാണ്. ഓ അതപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം. ഞാനേ ഈ പാർലമെന്റിന് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഓഹോ പറയാറ്റുമോ? ഓ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കമാണല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ബജറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പശുക്കൾക്ക് വേണ്ടി നടത്തിയ ആ കലാപരിപാടിയ. പാവം ആ മിണ്ടാപ്രാണികളെ പറ്റിക്കുമോ ആവോ? ഏയ്, അതെന്തായാലും അവർ കൃത്യമായിട്ട് നടപ്പാക്കും. കാരണം അവർക്ക് വോട്ട് വരുന്ന പ്രധാന വഴി അതാണല്ലോ. അതെന്താ? പശുക്കൾക്കും ഈ തവണ വോട്ടവകാശം കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു 5 വർഷത്തേക്കും കൂടെ ഭരിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊടുത്തേക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, താൻ ഭരിച്ചപ്പോ പ്രതിരോധത്തിന് കിട്ടിയത് എത്രയാ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1,20,000 കോടി. എന്നാലേ ഇപ്പോ 3 ലക്ഷമാ. 3 ലക്ഷം കോടി. ഒന്നുകൂടെ പറഞ്ഞേ. 3 ലക്ഷം കോടി. എന്റെ കർത്താവേ, അരിവാൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടോ? അന്തപ്പോ എനിക്കെന്തപ്പോ എന്റെ അന്തപ്പോ. അടി കൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. 5 വർഷം കൂടുമ്പോ മാരാരൊന്ന് മാറും. എന്തായാലും ചെണ്ടക്കിട്ടുള്ള കൊട്ട് അതച്ചട്ട. ചെണ്ടയുടെ മെയിൻ്റനൻസിനും വല്ലതും വകയിരുത്തിയാ കൊള്ളാം. പിന്നെ കൊട്ടണ്ടേ?